വീക്കെൻഡ് ജനൽ തുറക്കുമ്പോ മുഖത്തടിക്കുന്ന ആ തണുത്ത കാറ്റും ഷിന്റെ സൗണ്ടും അതാണ് എൻ്റെ ദിവസത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം. ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയാണെന്ന് കാണണ്ടേ? ബാ നമുക്ക് ഒരുമിച്ച് പോവാം. ആദ്യം തന്നെ മദ്രസക്ക് എണിപ്പിക്കുന്ന ഭയങ്കര ടാസ്ക് തന്നെയല്ലേ. എണിച്ച് പിന്നെ ഹോക്കി ആവുന്നു. അതാ പ്രതീക്ഷിക്കാതെ മഴയെല്ലാം വരുന്നുണ്ട്, ആകാശമെല്ലാം കറുത്തോണ്ട് വരുന്നു. അത്ര നല്ല വ്യൂ അല്ലേ കാണാൻ. പുറത്ത് നല്ല മയും അകത്ത് ഉമ്മ പുട്ടുണ്ടാക്കുന്ന തിരക്കിലാണ്. പുട്ടിന് കറി മേച്ചാന്ന് കടലക്കറി അല്ലേ, അപ്പൊ ഞാൻ കടലക്കറി ഞാനാക്കാം. ഉമ്മ പുട്ട് ഏറ്റെടുത്തു, ഞാൻ കടലക്കറി ഉണ്ടാക്കി. എല്ലാത്തൊക്കെ സെറ്റാക്കി ഞാൻ തേങ്ങ അരച്ചിട്ട് കൊടുത്തു. അവിടെ ചോറെല്ലാം അരച്ചിട്ട് കൊടുത്തു. ചോറ് ഒരു പിടി അരച്ചിട്ടുണ്ട്, ഒരു പിടി എടുത്ത് ജ്യൂസിൽ അരച്ചാൽ മതി, അത്ര മതി. അതൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. കുറച്ച് സോഫ്റ്റ് ആവും, തിന്നുമ്പോൾ തൊണ്ടക്ക് ചിക്കി പോലെ ആവില്ല. ഇതാണ് പുട്ട്. ആദ്യം ഉണ്ടാക്കിയ പുട്ട് ഇതാണ്. രണ്ടാമത്തെ പുട്ടുണ്ടാക്കുമ്പോൾ എന്തായത്തെ ചട്ടിയിൽ അതിൽ തണ്ണിയെല്ലാം ഒട്ടായിട്ട് ഗ്യാസ് എല്ലാം വീണ് ഞാൻ പൂച്ച മറിച്ചിട്ടിട്ട് അതിലെന്തങ്ങ് പറ്റിയിട്ടിരിക്കും ആ ചട്ടിക്ക്, അത് ഒട്ടായി. പിന്നെ ആകെ ഗ്യാസെല്ലാം ചറ എല്ലാം ക്ലീൻ ആക്കി നമുക്ക് പെട്ടെന്ന് എന്തോർമ്മ വന്ന് ചിരട്ടപ്പുട്ടിൻ്റെ ഓർമ്മ വന്ന് ചരട്ടി പുട്ട് ഉണ്ടാക്കാം. ഞങ്ങൾ ചരട്ടി ചെല്ലാവുന്ന നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചിരട്ട പേരണക്ക് ചിരട്ട പുറട്ടില്ലേ, ചിരട്ട പുട്ടില്ലേ ഫസ്റ്റ് കാണുന്നത് ഇത്. ഇങ്ങനെ ഉണ്ടാക്കും ഞാൻ, ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉമ്മ നോക്കി ഇരുന്ന് ചിരട്ടൻ്റെ അടിയിൽ നിന്ന് ഒട്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് തേങ്ങ ഇട്ട് പോയി കറവൻ്റെ പൊടിയിട്ട് പോയി തേങ്ങ ഇട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ബാക്കി എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് കാണുന്നതും കഴിക്കുന്നതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചിരട്ടൻ്റെ മണ്ണവും കാണാൻ നല്ല മുഞ്ചത്തിയായിരുന്നു. എന്ത് വേണം ചെല്ലാം. എന്നിട്ട് ജെസ്സിക്ക് പോകാനുണ്ടായിട്ട് പെട്ടെന്ന് ഓന് കൊടുത്തു. ഓന് പോയിട്ട് കുട്ടിക്ക്. എന്നിട്ട് അപ്പോഴേക്ക് ആ മദ്രസയിൽ നിന്ന് പിള്ളേരും വന്ന് സത്യച്ചെല്ലെങ്കിൽ ഈ ചിരട്ടൻ്റെ പുട്ട് ഓർക്കും കണ്ടതും ഫസ്റ്റ് തന്നെ. എനിക്ക് കണ്ട ഫസ്റ്റ്, ഓർക്കും ഫസ്റ്റ് തന്നെ. ഓറും അടിപൊളിയായിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ജസ്റ്റ് വൃത്തിയെല്ലാം ആക്കിയിട്ട് റൂമിൽ വന്നിട്ടിരുന്ന് ഫോൺ തോണ്ടിക്കൊണ്ടിരുന്ന്. എൻ്റെ അജ്ജുമാൻ്റെ കേൾക്കുന്നുണ്ട്, ഫോൺ താ. ഞാൻ ഫോണ് കൊടുത്തിട്ട. കാരണം ഈ പ്രായത്തിൽ ഫോണ് കൊടുക്കുന്ന അത്ര നല്ലതല്ലല്ലേ. ഫോൺ കൊടുക്കാതെ കൊണ്ട് ഓന് ചൊടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് എൻ്റെ മോൻ ശരിക്കും അത്ഭുതപ്പെടുത്തി. എൻ്റെ ചെറിയ തുണീൻ്റെ കഷ്ണം എടുത്തിട്ടില്ലേ ഓൻ്റെ ടോയ്സിനെ ഫസ്റ്റ് കബോർഡ് തോർത്തി, ജസ്റ്റ് വെറുതെ ഇങ്ങനെ തോർത്തി. എന്നിട്ട് ഓൻ്റെ ടോയ്സിനെ ഷാമ്പ് ഇട്ടിട്ടല്ലേ മറ്റേ വണ്ടീൻ്റെ ഷാമ്പ് എന്തോ ഇല്ല അതിട്ടിട്ടല്ലേ കവുന്നത്. ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം. മുതിർന്നവർ ചെയ്തത് കണ്ടും കുട്ടികൾ ഓരോന്ന് പഠിക്കുന്നത്. നമ്മ ഓരോ പണിയെടുക്കുമ്പോൾ ഓരോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മ അത്ര ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് നമ്മ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് അതിശയം. ഓൻ്റെ ഈ നല്ല ശീലം കണ്ടപ്പോൾ അവനെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നി. മാഷാഅല്ലാ. പിന്നില്ലേ നമ്മുടെ വീട്ടിലെ ഏറ്റവും പുതിയ സർപ്രൈസ് ദാ കണ്ടോ, പറയാൻ മറന്നുപോയി. ഞങ്ങള് പൂച്ച ഇന്നാലെ പ്രസവിച്ചു. 3 കുഞ്ഞുങ്ങളാണ്. കണ്ണു പോലും തുറന്നില്ല. പൂച്ചന്റെ അടുത്ത് ചുരുണ്ടിട്ട് കിടന്നിനി. ഓരോ നോക്കാൻ എന്ത് ക്യൂട്ടാ നോക്കലോ. ഓരോ പുതിയ ഗസ്റ്റ് വന്നത് സന്തോഷത്തിലാണ് ജസ്ന ഭയങ്കര സന്തോഷം. ഇതിന്ന് പഠിച്ച പുകഴ്ത്തിട്ട് പോനെ പറഞ്ഞില്ലേ, ഇതോന് കൊട പൊട്ടിച്ചു. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് കൊട ഇങ്ങനെ പൊട്ടിയോന് കളിക്കുമ്പോൾ എന്തോ. എന്നിട്ട് ഞാൻ പൊട്ടിച്ച പോലെ ഓനോട് ചൊടിച്ചിട്ട് കിടന്നേ. ഞാൻ പൊട്ടിച്ച പോലെ ഓന് വിചാരിച്ച് ഞാൻ പൊട്ടിച്ചത്. എൻ്റെ അങ്ങനെ കണ്ടിട്ട് കുറുമ്പെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സമയം പോകുന്നതോ അറിയുന്നില്ല. എന്നിട്ട് ഉച്ചക്കത്തെ കറി ഉണ്ടാക്കി എന്ത് കുണത്തിൽ വെച്ചിട്ട് നോക്കിയ ഉപ്പ മീന ഇറച്ചാന്ന് നോക്കുമ്പോൾ ബീഫ്. എന്നിട്ട് കറി റെഡിയാക്കാൻ ഞാൻ വന്നു. ഉമ്മച്ചെല്ലി തേങ്ങാപ്പാലിട്ടിട്ട് ബീഫ് കറി ഉണ്ടാക്കാം. എന്നിട്ട് നീരിലെല്ലാം മുറിച്ചിട്ടിട്ട് അപ്പുറം ഇപ്പം ആക്കിക്കൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ കുറേ മസാല എന്തിട്ടിട്ട് ആ മസാല ഉണ്ടെങ്കിൽ ഇടുന്നില്ല, പേസ്റ്റ് മാത്രം ഇട്ട്. എന്നിട്ട് പേസ്റ്റും ഇട്ട് നീരിലെല്ലാം നല്ല വേവിട്ട് അടുക്കുന്ന ബറ്റിട്ടാത്തണ്ണി. അപ്പം നല്ല വേവ്. എന്നിട്ട് ഇറച്ചി മുറിക്കാൻ എനിക്ക് മറന്നിനാവോ. ഇറച്ചി മുറിച്ച് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. അവരിലിരുന്ന് ചെല്ലാം കറിയല്ല കരിയിടാം. ഞങ്ങൾ ചെല്ലുന്ന കരിയിടാം. ഇത് കാണുമ്പോൾ ഈ കഷ്ണം കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എന്താണ്, ഞാൻ പ്രഗ്നൻ്റിലിരിക്കുമ്പോൾ ജെസ്സിറിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി തരും. ഇത് എപ്പോഴും ഇറച്ചി കൊണ്ടുവരുന്നത്. അപ്പം എനിക്ക് ഇത് ഉണ്ടാക്കി തരും. വേറെ തന്നെ പീസ് എടുത്തിട്ട് നല്ല കുരുമുളകെല്ലാം ഇട്ടിട്ട്. എന്ത് ടേസ്റ്റ്. കുറച്ച് സൗണ്ട് ചേഞ്ച് ആയി. എന്താ വെച്ചാൽ കറണ്ട് പോയി. അപ്പോൾ അതിൻ്റെ ഓളയും കുറച്ച് കുറഞ്ഞ് അല്ല അങ്ങനെ വോയിസ് പുറത്തേക്ക് കേൾക്കും. പിന്നെ പ്രഗ്നൻറ്റിൽ നല്ല മെമ്മറീസും ഓർമ്മയിരിക്കും, ബാഡ് മെമ്മറീസും ഓർമ്മിക്കും. പ്രഗ്നൻറ്റിൽ നമുക്ക് ആ മൂമെൻറ്റിൽ നമുക്ക് എല്ലാം ഓർമ്മയിരിക്കും അല്ലേ. അത് പറയുമ്പോൾ ഇവിടെ ഇറച്ചിക്കറി മുളക് ഇട്ടിട്ട് റെഡി ആയി. കുക്കറിൽ വിസിലാവട്ടെ. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ അമ്മ പൂച്ച കുഞ്ഞിനെ ഉറക്കിയിട്ട് പോയി. എന്നിട്ട് നമ്മൾ തേങ്ങ ചേർക്കാം. 4 തേങ്ങയും പിന്നെ പുട്ടിൻ്റെത് അടവാക്കിയിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർക്കും. കുറേ ആളുണ്ടെങ്കിൽ കറി എത്ര ഉണ്ടെങ്കിൽ മതിയാകുന്നില്ല. കാലത്തൊക്കെ മതിയാകുന്നില്ല ഈ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ഫ്ലേവർക്ക് കരിച്ചപ്പവും ഉള്ളിയും ഇട്ട് അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ നാടൻ രുചിയും മണം ഉണ്ടാവും. പിന്നെ
നിയർലി ബ്രൗൺ കളറാണ്. അപ്പം ആകുമ്പോൾ തേങ്ങ ഇടണം. അപ്പം നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ഇടണം. ഇത് ഞാൻ ഉമ്മൻ്റെ കണ്ടിട്ട് പഠിച്ചത്. ഉമ്മ ഇങ്ങനെ ആക്കുന്നത് അതിനെ കണ്ടിട്ട് ഞാനും പഠിച്ചു. മാത്രം ഉമ്മൻ്റെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ എത്ര ട്രൈ ആക്കി ഉമ്മമാരുടെ ടേസ്റ്റ് വരുന്നേ ഇല്ല. അതെന്താ അങ്ങനെ? എനിക്ക് 2 ഉമ്മമാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ ഉമ്മൻ്റെ ഇഷ്ടം, എൻ്റെ ഉമ്മൻ്റെ ഫുഡ് ഇഷ്ടം. എൻ്റെ ഉമ്മൻ്റെ ഫുഡ് ഞാൻ മണല്ല 2 ഫുഡ് അങ്ങനെ ഭയങ്കര ഇഷ്ടം. ഇതില്ലേ ബ്രൗൺ കളറാണോ ഇതോ? എനിക്കായി കടയിൽ നിന്ന് ബ്രൗൺ കളറായി നല്ലത്. പിന്നെ നമ്മളെ ചട്ടി കണ്ടിട്ട് കളിയാക്കണ്ടാവോ? നമ്മളുള്ള ചട്ടിയിൽ ഞാൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 2 പാലും ഇത് 1 പാലും. കാണാൻ ലുക്കില്ല, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടിട്ട് ഇത് അതേപോലെ കാണാൻ ലുക്കില്ല, കഴിക്കാൻ നല്ല മണവും നല്ല രുചിയുണ്ടായി. എൻ്റെ കിച്ചൺ ഒത്തരാക്കിയിട്ട് അമ്മ CID മാർ 2 എത്തി. എപ്പം കിച്ചൺ ഒത്തരാക്കുന്ന അപ്പം എത്തുന്നു. ഈ ഫ്രിഡ്ജിനുള്ളിൽ എന്തുണ്ടെന്ന് അപ്പം തുറക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴത്തെ പോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കല്ലേ.